മലപ്പുറത്ത് നിറത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ട നവവധു ആത്മഹത്യ ചെയ്ത കേസിൽ പെൺകുട്ടിയുടെ ഭർത്താവ് പിടിയിലായിട്ടുണ്ട്. പ്രതി അബ്ദുൾ വാഹിദ് പിടിയിലായത് കണ്ണൂർ വിമാനത്താവളത്തിൽ ഇമിഗ്രേഷൻ വിഭാഗം പിടികൂടിയ പ്രതിയെ കൊണ്ടോട്ടി പോലീസിന് കൈമാറി. വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് വിപിൻ സി വിജയനാണ് ചേരുന്നത്. വിപിൻ, ഗുഡ് ഈവനിങ്. എന്തായാലും ഈ പ്രതിയെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ചെയ്ത കാര്യം ഒട്ടും നമുക്ക് അംഗീകരിക്കാവുന്നതല്ല. നിറത്തിന്റെ പേരിൽ വിവാഹശേഷം ഇതൊക്കെ നേരത്തെ തന്നെ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണല്ലോ നമ്മൾ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇയാൾ പിടിയിലായി എന്ന് മനസ്സിലാക്കുന്നു. അടുത്ത നടപടി എന്താണ്? അതെ, ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അബ്ദുൾ വാഹിദിനെതിരെ കേസെടുത്തിരുന്നത്. ഇപ്പോൾ ആ കേസിൽ കണ്ണൂരിൽ നിന്നാണ് പിടിയിലായിരിക്കുന്നത്. വിമാനത്താവളത്തിലേക്ക് ഉൾപ്പെടെ ലുക്കൌട്ട് നോട്ടീസ് ഇതിനു മുൻപ് തന്നെ നൽകിയിരുന്നു. ആ കേസിലാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഒരു നിറത്തിന്റെ പേരിൽ മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ പേരിൽ, ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ള പേരിലൊക്കെ വലിയ രീതിയിലുള്ള കുറ്റപ്പെടുത്തലുകൾ, പീഡനം, മാനസികമായിട്ടുള്ള പീഡനമൊക്കെ ഈ പെൺകുട്ടി അനുഭവിച്ചിരുന്നു എന്നുള്ളത് തന്നെയായിരുന്നു ആ കുടുംബത്തിന്റെ വലിയ രീതിയിലുള്ള ആരോപണം ഉണ്ടായത്. വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസങ്ങളായപ്പോൾ തന്നെയാണ് ഇത്തരത്തിലുള്ള പീഡനവും മാനസിക പ്രയാസങ്ങളും ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നത്. അത് തന്നെയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ കുടുംബം ആദ്യം മുതൽ തന്നെ ആരോപിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ കേസെടുത്തിരുന്നു, പിന്നീട് കൂടുതൽ വകുപ്പുകൾ ചുമത്തുകയായിരുന്നു. അതിലാണ് ഇപ്പോൾ ഭർത്താവ് പിടിയിലായിരിക്കുന്നത്. പക്ഷേ ഈ കുടുംബം ആരോപിക്കുന്നത് പോലെ ഭർത്താവ് മാത്രമല്ല, ഗൾഫിലായിരുന്നു, വിദേശത്താണ് വഹീദ് ഉണ്ടായിരുന്നത്. വഹീദ് മാത്രമല്ല, മറ്റ് 2 പേർ കൂടി, അതായത് ഈ ഭർത്താവിന്റെ അച്ഛനും അമ്മയും കൂടി ഈ കേസിൽ പ്രതികളാണ്. അവരെ കൂടി ഇതിൽ ശിക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. കേസന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൃഷ്ണ. ശരി, വിപിൻ സി വിജയനാണ് മലപ്പുറത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പം ഇവിടെയാണെങ്കിലും നിറത്തിന്റെ പേരിൽ ആ പെൺകുട്ടിയെ കണ്ടതിന് ശേഷം ഒക്കെയാണല്ലോ വിവാഹം കഴിക്കുന്നത്. പിന്നെ എപ്പോഴാണ് ഈ നിറവ്? ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും ആൾക്കാർ ഓരോ കമന്റ് പറയുന്നത്. പക്ഷെ മറ്റുള്ളവരുടെ കമന്റും മറ്റുള്ളവരുടെ അഭിപ്രായവും നമ്മളുടെ ജീവിതത്തെ ബാധിക്കരുതെന്ന് എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമാണെന്ന് തോന്നുന്നു.